നീലേശ്വരം ബസ് സ്റ്റാൻഡ് ലേലത്തിൽ ഇവിടെ നേരത്തെ വ്യാപാരം ചെയ്തവരെ ആദ്യം പരിഗണിക്കണമെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നീലേശ്വരം ബസ് സ്റ്റാൻഡ് ലേലത്തിൽ ഇവിടെ നേരത്തെ വ്യാപാരം ചെയ്തവരെ ആദ്യം പരിഗണിക്കണമെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കെ.പി. ജയരാജൻ ചെയർമാനായിരിക്കെ ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയിരുന്നതായും ഇവർ പറഞ്ഞു. അതെല്ലാം മറന്നാണ് നിലവിലെ ഭരണസമിതിയുടെ പ്രവർത്തനമെന്നും ഇവർ ആരോപിച്ചു. ഒരു വാടക 40 മാസത്തെ ഡെപ്പോസിറ്റ് ആവശ്യപ്പെടും. 15,000 രൂപ വാടകയുണ്ടെങ്കിൽ അതിന്റെ കൂട്ടുള്ളവര് പണം തരണം. 15,000 രൂപ വാടക 6 ലക്ഷം രൂപയാണ് ഒരാവശ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു വാടക ഒരു കൂടി ആവശ്യപ്പെടാം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ പ്രകാരം ഒരു കൊല്ലം പരമാവധി 2 കൊല്ലത്തെ വാടക അവരുടെ വിവേചനാധികാരമാണെന്ന് പറയുന്നത്. പക്ഷെ ഇത് 40 മാസം മുതൽ 3.25 കൊല്ലത്തെ അഡ്വാൻസ്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം വലിയ പണക്കാരെ അട്രാക്ട് ചെയ്യുക. അങ്ങനൊന്നും സംഭവില്ല. വലിയ അഡ്വാൻസ് ഒരു കൂടി അഡ്വാൻസ് 50 നമ്മളോട് പറയും. നമുക്ക് കൺസെഷൻ, നമുക്ക് ആകെ കൺസെഷൻ ഈ ഡെപ്പോസിറ്റാണ്. പക്ഷെ ഡെപ്പോസിറ്റ് നമ്മളൊരു വാക്ക് നമ്മളില്ല. നമ്മുടെ ഡെപ്പോസിറ്റ് അവിടെ നടക്കുന്നുണ്ട്. ആ ഡെപ്പോസിറ്റ് നമ്മൾ തിരിച്ചു പണിക്കുന്നതിൽ നോട്ടീസ് നമുക്ക് അയച്ചില്ല. ഡെപ്പോസിറ്റ് നമുക്കില്ലാന്ന് പറയുന്നില്ല. നമുക്ക് ആ ഡെപ്പോസിറ്റിന് പുതിയ വാടക പ്രകാരം നമുക്ക് തരാമാണ്. ആ വാടക നിശ്ചയിച്ച് കഴിഞ്ഞു. 12,000, 14,000, 15,000 ഒരു റൂമിൽ നിശ്ചയിച്ച് കഴിഞ്ഞു. അത് നമുക്ക് തരിക. ആളുകളുടെ ഡെപ്പോസിറ്റിന്റെ പ്രശ്നം നമുക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പുതുക്കിയ വാടകയുടെ എക്സ്ട്രാ വരുന്ന ഡെപ്പോസിറ്റ് അത് നമുക്ക് കൊടുക്കാം. അത് നമുക്ക് സംസാരിക്കാം. നല്ലതല്ലേ? നമുക്കിപ്പോ ഒരു ആനുകൂല്യം തന്നില്ല. അതൊരു പുക പറയാതെ വലിയ ഡെപ്പോസിറ്റ് ഉണ്ടാക്കാം. വാർത്താ സമ്മേളനത്തിൽ ഇ. ചന്ദ്രശേഖരൻ, സി. കുഞ്ഞമ്പു, സുധാകര പൈ, വിനോദ് കരിങ്ങാട്ട്, നരേന്ദ്ര പൈ, സി. എച്ച്. റസിയ, സി. കുഞ്ഞാസിയ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.